Hi students, geography first chapter ഇന്നിവിടെ നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ് അതിൻ്റെ തേർഡ് സെക്ഷൻ ആണ്. മെയിൻലി ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്യാനാണ്. ഫസ്റ്റ് ഡിഗ്രി ഐ മീൻ 1 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് കവർ ചെയ്യാനായിട്ട് എർത്തിന് 4 മിനിറ്റ് എടുക്കും. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് 15 ഡിഗ്രി കവർ ചെയ്യാനായിട്ട് 1 hour എടുക്കും. തേർഡ് വൺ ഈസ് ടൈം അഡ്വാൻസസ് ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് റിസീഡ്സ് ടുവേർഡ്സ് വെസ്റ്റ്. അതായത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തന്നിരിക്കുന്ന പൊസിഷനിൽ നിന്നാണ് മറ്റുള്ള രാജ്യങ്ങളെങ്കിൽ നമുക്ക് ടൈം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന പൊസിഷനിൽ നിന്നും ബാക്കിലോട്ടാണെങ്കിൽ ടുവേർഡ്സ് വെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ടൈം മൈനസ് ചെയ്യണം. ഓക്കെ, നമുക്ക് കാൽക്കുലേഷനിലോട്ട് വരുമ്പോൾ കുറച്ചും ക്ലിയർ ആവും. ഫോർത്ത് പോയിന്റ്, നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ ദാറ്റ് ഈസ് 82.5 ഡിഗ്രി ഈസ്റ്റ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്. ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 17 കൊടുത്തിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon in Greenwich? അതായത് ഗ്രീൻവിച്ചിൽ 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ സമയം എത്രയായിരിക്കുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയുടെ പൊസിഷൻ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ദാറ്റ് ഈസ് 15 ഡിഗ്രി കവർ ചെയ്യാനായിട്ട് നമുക്ക് 1 hour ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 82.5 ഡിഗ്രി കവർ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നാണ്. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? 82.5 ഡിഗ്രീനെ നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 hours 30 minutes. ഓക്കെ, ഇതാണ് നമുക്ക് എടുക്കുന്ന ടൈം. ഇനി നമുക്കിത് അറിയേണ്ടത് ഇവിടെ നിന്നും പ്ലസ് ആണോ ചെയ്യേണ്ടത് മൈനസ് ആണോ ചെയ്യേണ്ടത്? കാരണം പൊസിഷൻ ഗ്രീൻവിച്ചിന്റെ പൊസിഷൻ 0 ആണ്. ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ്? ടുവേർഡ്സ് ഈസ്റ്റ് ആണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ടൈം ആഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 0, ദാറ്റ് ഈസ് വിൽ ബി 12 noon. 12 noon ആയിരിക്കുമ്പോഴത്തേക്കും പ്ലസ് 5 hours 30 minutes നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി എത്രയായിരിക്കും? 5:30 PM. That is, it will be evening 5:30. Okay, I think it's clear. Then we will move on to the next question. Okay, text is the second question ആണ്. What will be the time in Japan when it is 11 PM on Monday in India? Okay, ജപ്പാനിൽ സമയം എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ടൈമിൽ ഇന്ത്യയുടെ ടൈം എത്രയാണ്? 11 PM ഓൺ മൺഡേ. ഓക്കെ, നമുക്കറിയാവുന്ന പൊസിഷനാണ് ഇന്ത്യയുടെ 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്. ജപ്പാൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 135 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് തമ്മിലുള്ള, അതായത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഈസ് ആ ടൈം ഡിഫറൻസ് നമുക്ക് ഇന്ത്യൻ ടൈമിൽ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യണമോ എന്നുള്ളത്. എത്രയാണത്? നമുക്ക് ഈസ്റ്റിലോട്ടാണ്, ഇന്ത്യയുടെ പൊസിഷൻ ഈസ്റ്റ് ആണ്, ജപ്പാൻ്റെ പൊസിഷൻ ഈസ്റ്റ് ആണ്. അപ്പോൾ ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ആഡ് ചെയ്യുമ്പോഴത്തേക്കും ജപ്പാനിൽ സമയം എന്തായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ദാറ്റ് ഈസ് 82.5 ഡിഗ്രി 135 ഡിഗ്രി തമ്മിലുള്ള ഡിഫറൻസ്. ദാറ്റ് ഈസ് 135 ഡിഗ്രി മൈനസ് 82.5 ഡിഗ്രി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? 52.5 degree. Okay, that is
52°30' ആയിരിക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഈ 52°30' കവർ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 15° കവർ ചെയ്യാനായിട്ട് നമുക്ക് 1 hour എടുക്കും. ഓക്കെ, 1 degree കവർ ചെയ്യാനായിട്ട് 4 minutes എടുക്കും. അങ്ങനെയാണെങ്കിൽ 52.5 കവർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 4 minutes കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 52.5 into 4 that will be equal to 210 minutes കിട്ടും. ഈ 200 minutes നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഹവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. that will be divided by 60. 1 hour 60 minutes ആണ്. അപ്പോൾ 60 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും? that will be equal to 3 hours 30 minutes. ഓക്കെ, അപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 3 hours 30 minutes ആണ്. ഇന്ത്യയുടെ പൊസിഷനിൽ നിന്നും ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ജപ്പാന്റെ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ടൈം ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇന്ത്യയുടെ ടൈമും ജപ്പാന്റെ ടൈം ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജപ്പാന്റെ ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ മൺഡേ 11 PM ആണ്. ഓക്കെ, 11 PM ഒപ്പം നമുക്ക് 3 hours കൂട്ടുമ്പോഴത്തേക്ക് എന്തായി? ടൈം കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിൽ വരച്ചിട്ടുണ്ട്. ഇത് ഓരോ ഇൻ്റർവെല്ലിലുമാണ് ഞാൻ ഓരോ ലൈൻസ് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 hourന്റെ ഡിഫറൻസിലാണ് ഓരോ ലൈൻസ്. നമുക്ക് തന്നിരിക്കുന്നത് ഇന്ത്യയുടെ ടൈം എത്രയാണ്? മൺഡേ 11 PM. 1 hour കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ട്യൂസ്ഡേ, then it will be 1 AM, 2 AM, 3 AM അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ട്യൂസ്ഡേ ആണ്. നമുക്ക് ആഡ് ചെയ്യേണ്ടത് 3.5 hours. അപ്പോൾ 1 hour കഴിയുമ്പോഴത്തേക്കും എന്തായി? ട്യൂസ്ഡേ, നെക്സ്റ്റ് ഡേ ആയി. 2 hours 3 hours, that will be 2 AM, 2 AM, then half hours കൂട്ടുമ്പോൾ 30 minutes, that will be 2:30 AM on Tuesday. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത സെക്ഷനിൽ നമ്മൾ പുതിയ ചാപ്റ്ററിലോട്ട് കടക്കും. താങ്ക് യു.